So let's start. First question. Another first question. The correct statement about conformations X and Y of 2-butanone are. The correct statement about conformations of X and Y of 2-butanone. So aldehydes, ketones. ഇതിന്റെ കൺഫോർമേഷൻസ് ചെറിയ തോതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെന്തായാലും എന്തോ ഭാഗ്യത്തിന് അവര് ന്യൂമാൻ പ്രൊജക്ഷൻ തന്നില്ല. ന്യൂമാൻ പ്രൊജക്ഷൻ ആകുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോഹോൾസ് ആണ്, സോഹോൾസ് മോഡലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ സോഹോൾസ് മോഡൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റെബിലൈസേഷൻ വരണമെന്നുള്ളത്. ഇപ്പൊ എക്സ് നോക്കുകയാണെങ്കിൽ CH3 ഓപ്പോസിറ്റ് ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ വൈ ആയിരിക്കും. വൈ ഈസ് മോർ സ്റ്റേബിൾ ദാൻ എക്സ് സ്റ്റേറ്റ്മെന്റ് എടുക്കണ്ട, എക്സ് ആയിരിക്കും മോർ സ്റ്റേബിൾ. അപ്പൊ എ എന്ന് പറയുന്ന ഓപ്ഷൻ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. സോ ഓപ്ഷൻ സി കട്ട് ചെയ്യാം. നൗ സി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ്സ് ഇൻ എക്സ് ആർ ആന്റി തന്നെയാണ് കിടക്കുന്നത് അല്ലേ? ഓപ്പോസിറ്റ് ഒക്കെ എടുക്കുന്നത്. നമ്മള് ഇങ്ങനെയല്ല കിടക്കുന്നത്, ഓപ്പോസിറ്റ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. ഡി മീഥൈൽ ഗ്രൂപ്പ്സ് ഇൻ വൈ ആർ ഗോഷെ. അപ്പൊ ഇവിടെ മീഥൈലും ഹൈഡ്രജനും ആണ് ആന്റിയിൽ കിടക്കുന്നത്. സോ ദാറ്റ് മീൻസ് മീഥൈലും CH3 ഗോഷയിൽ തന്നെയായിരിക്കും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് എ, സി ആൻഡ് ഡി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ഇത് തോന്നും, പക്ഷെ സിമ്പിൾ ആണ്. ഒരു സ്ട്രക്ചർ അടക്കം നമുക്ക് വരച്ച് തന്നിട്ടുണ്ട്. സോ എയും സിയും ഡിയും അവിടെ കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correct order of magnitude of A values, എനർജി വാല്യൂസ് ആണ്, ഫോർ ദ ഗിവൺ സബ്സ്റ്റിറ്റ്യൂവൻസ് എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എനർജി, അതായത് CH3 CN PH എന്ന് പറഞ്ഞ 3 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ 3 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഏത് ഗ്രൂപ്പ്? ഒന്ന് PH ഗ്രൂപ്പ് ആണ്, പിന്നെ ഒന്ന് CN ഗ്രൂപ്പ് ആണ്, പിന്നെ ഒന്ന് മീഥൈൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇതിലെ ഏറ്റവും കൂടുതൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് കാണിക്കുന്നത് PH തന്നെയായിരിക്കും. PHന്റെ സൈസ് കൂടുതലാണ്. അതിനുശേഷം പിന്നെ വരുന്നത് മീഥൈൽ ആയിരിക്കും, ദെൻ സയനൈഡ് ആയിരിക്കും. സോ ആൻസർ എന്തായിരിക്കും? ഡി അല്ലേ? ഹൈഡ്രോ കാർബൺസ് ആണല്ലോ ഏറ്റവും കൂടുതൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് സൈക്ലോഹെക്സേനിൽ വരുത്തുന്നത്. അപ്പൊ PH, പിന്നെ മീഥൈൽ, പിന്നെ സയനൈഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. The correct statement about the following compound is. The correct statement about the following compound is. Question number 46. Correct statement about the following compound is. അപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്ന 4 ഫാക്ടേഴ്സുകളാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നത്. അതിലൊരു ഫാക്ടർ ആയിരുന്നു ഹെലിസിറ്റി, ഹെലിക്കൽ കൈരാലിറ്റി അല്ലേ? ഹെലിക്കൽ കൈരാലിറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഫ്യൂസ്ഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആണ് നോർമലി നമുക്ക് തരുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഹെലിക്കൽ കൈരാൽ സിസ്റ്റം. അപ്പൊ ഇത് കൈരാലാണ്, അതിന് സംശയമൊന്നുമില്ല. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിലെ
RSന് പകരം നമ്മൾ പിയും എമ്മും ആണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. പി എന്ന് പറയുന്നത് ക്ലോക്ക് വൈസും എം എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസും ആണ്. അപ്പോ ഇത് പി ആണോ എം ആണോ നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഡാർക്കൺ ചെയ്തിട്ടുള്ള സൈഡ് ഉണ്ടാവും, കണ്ടോ? സൈഡ് കണ്ടോ? ഇവിടുന്ന് നിങ്ങൾ ആരോ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഇവിടുന്ന് ആരോ സ്റ്റാർട്ട് ചെയ്ത് ഏത് ഡിറക്ഷനിലേക്കാണ് ആരോ പോണേന്ന് നോക്കുക. ഏത് ഡിറക്ഷനിലേക്കാണ് പോകുന്നത്? നിങ്ങൾ നോക്കി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏത് ഡിറക്ഷനിലേക്ക് ആരോ പോണേന്ന് നോക്കിയേ. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഓക്കെ, സോറി നെറ്റ് കട്ടായി പോവാ. ഇവിടെ ഭയങ്കര പ്രശ്നം, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഹലോ, ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. Among the structures given below, the most stable conformation of the following compound. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫോർമേഷൻ ഏതാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? ABCD 4 ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇത് എല്ലാം സിസ് ജോമെട്രിയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റേബിൾ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കാൻ ശ്രമിക്കാം. സോ ഇപ്പൊ ഞാനിവര് തന്നിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യാം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. 1, 2, 3, 4, 5, 6. സോ മീതയിൽ ഇവിടെ അപ്വേർഡ്, ഇവിടെ സെക്കൻഡില് മീതയിൽ അപ്വേർഡ്, ഫോർത്തില് മീതയിൽ അപ്വേർഡ് അല്ലേ? സോ CS3 ഗ്രൂപ്പ്, CS3 ഗ്രൂപ്പ്, CS3 ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാർബൺ ഡൗണിൽ നിൽക്കുന്ന കാർബൺ ആണ്, അവിടെ മീതയിൽ അപ്വേർഡ് ആണ്, അപ്പൊ ഇത് ഇക്വറ്റോറിയൽ ആണ്. ദെൻ ഈ കാർബൺ അപ്പിൽ നിൽക്കുന്ന കാർബൺ ആണ്, ഈ കാർബണും അപ്പിൽ നിൽക്കുന്ന കാർബൺ ആണ്. അപ്പൊ അവിടെ അപ്വേർഡ് വരുമ്പോൾ അത് ആക്സിയൽ ആയിരിക്കും. സോ ആക്സിയൽ. ഓക്കെ, അപ്പോ ഈ രണ്ട് മീതൈൽ ഗ്രൂപ്പ് ആക്സിയൽ ഓറിയന്റേഷനിലാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത് ഒട്ടും ശുഭകരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല. നമുക്ക് രണ്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ വേറെ കാർബൺ ആറ്റംസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രണ്ട് മീതൈൽ ഗ്രൂപ്പിന് ഇക്വറ്റോറിയലോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ ഓപ്ഷൻ സി ഒന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ സി, അതായത് ഇവിടെ ഇപ്പോൾ ഒരു മീതൈൽ ഇക്വറ്റോറിയലും ശരിക്കും നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നേരെ തിരിയുമല്ലോ. എന്തായാലും ഫ്ലിപ്പിംഗ് പോസിബിൾ ആണല്ലോ, ടെർഷ്യറി ബ്യൂട്ടിൽ ഗ്രൂപ്പ് ഒന്നും അല്ലല്ലോ.
ഓക്കെ, അപ്പൊ മീതയില് ഇക്വറ്റോറിയല് നമ്മളിപ്പോ വരച്ച സ്ട്രക്ചർ അനുസരിച്ച്, ഇപ്പൊ അവർ തന്ന സ്ട്രക്ചർ അനുസരിച്ച് ഞാൻ വരച്ചപ്പോൾ മീതയിൽ ഇക്വറ്റോറിയല്, പിന്നെ ഒരു മീതയിൽ ആക്സിയല്, ഒരു മീതയിൽ ആക്സിയൽ. അപ്പൊ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആക്സിയലോട്ട് പോകും, ഇത് ഇക്വറ്റോറിയലോട്ട് പോകും, ഇത് ഇക്വറ്റോറിയൽ. ഇതെല്ലാം സ്റ്റേബിള്, ഇതെല്ലാം സ്റ്റേബിള് അല്ലേ? മാക്സിമം ഗ്രൂപ്പുകൾ ഏത് പൊസിഷനിലേക്ക് കൊണ്ടുവരേണ്ടതാണ് സ്റ്റേബിള്? ഇക്വറ്റോറിയൽ പൊസിഷനിലോട്ട് കൊണ്ടുവരേണ്ടതാണ് സ്റ്റേബിൾ. സോ ആൻസർ ഈ സി, വേറെ ഒന്നുമില്ല, ആൻസർ ഈ സി. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ക്രോസ് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ 1 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിയൽ ഇക്വറ്റോറിയൽ ആയിരിക്കും സിസിന്റെ കേസിൽ. ട്രാൻസിന്റെ കേസിൽ അത് എന്തായിരിക്കും? ആക്സിയൽ ആക്സിയൽ ഓർ ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയൽ. നിങ്ങൾക്ക് അങ്ങനെ നോക്കാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. സോ ഇറ്റ്സ് യുവേഴ്സ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു 1 2 1 4 സെയിം ആണ്. 1 3 മാറ്റം വരും, ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയൽ ഓർ ആക്സിയൽ ആക്സിയൽ. ഇവിടെ എന്ത് വരും? ആക്സിയൽ ഇക്വറ്റോറിയൽ ഓർ ഇക്വറ്റോറിയൽ ആക്സിയൽ. ഓക്കെ അല്ലേ? യെസ്. Next question. Most stable structure of the following compounds. ഈ കോമ്പൗണ്ടിന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും സ്റ്റേബിൾ ഫോം, സ്റ്റേബിൾ സ്ട്രക്ചർ. ഇതാണ് കോമ്പൗണ്ട്. നിങ്ങൾക്ക് കോമ്പൗണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ദിസ് ഈസ് ദ കോമ്പൗണ്ട്. ഇതാണ് കോമ്പൗണ്ട്. അപ്പൊ ഈ കോമ്പൗണ്ടിൽ ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് 1 4 പൊസിഷനിലാണ് കിടക്കുന്നത്. ഈ 1 4 പൊസിഷനിലാണ് എങ്ങനെ കിടക്കുന്നത്? സിസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മള് നോർമലി നമ്മള് സൈക്ലോ എക്സൈനിൽ 1 4 പൊസിഷൻ ഞാനിപ്പോ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. 1 4 പൊസിഷന്റെ പ്രത്യേകത എന്താ? 1 4 പൊസിഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്രൂപ്പ് ആക്സിയ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ കിടക്കണം, വേണ്ടേ? ദാറ്റ് മീൻസ് ഒരു ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പിനെ നമ്മൾ ചെയർ ഫോമിലാണ് നിൽക്കുന്നതെങ്കിൽ എന്തായാലും അയാൾക്ക് എങ്ങോട്ട് പോകേണ്ടി വരും? ആക്സിയൽ പൊസിഷനിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചെയർ ഫോം എന്ന് പറയുന്ന ഫോം ഒരിക്കലും ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പ് ആക്സിയൽ പൊസിഷൻ പ്രിഫർ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ചെയർ ഫോം എന്തായാലും വരത്തില്ല. ഓക്കെ, ചെയർ ഫോം എന്തായാലും അൺസ്റ്റേബിൾ ആണ്. പിന്നെ ഉള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പിനെ ബി എന്ന് പറയുന്നത് ബോട്ട് ഫോമും സി എന്ന് പറയുന്നത് ട്വിസ്റ്റ് ബോട്ട് ഫോമിലും ആണ് കിടക്കുന്നത്. അപ്പൊ എന്തായാലും ബോട്ട് ഫോമിനേക്കാളും സ്റ്റേബിൾ ആണ് ട്വിസ്റ്റ് ബോട്ട് ഫോം. അപ്പൊ ബി നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഹാഫ് ചെയർ ഫോം ആണ്, അതും അൺസ്റ്റേബിൾ ആണ്. സോ ആൻസർ വിൽ ബി സി, ബോട്ട് ഫോം അല്ലേ? ട്വിസ്റ്റ് ബോട്ട് ഫോം. അപ്പൊ ട്വിസ്റ്റ് ബോട്ട് ഫോമിൽ രണ്ട് ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പിൽ നമുക്ക് ഫാർ അവയിൽ നിർത്താം. ഇനി അത് മാത്രമല്ല, ഈ രണ്ട് OH ഗ്രൂപ്പുകളെ ഏത് വഴിക്ക്? ഹൈഡ്രോജൻ ബോണ്ട് വഴിക്ക് അല്ലേ? ഹൈഡ്രോജൻ ബോണ്ട് വഴി അത് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. സോ ട്വിസ്റ്റ് ബോട്ട് ഫോം നിങ്ങൾ ആലോചിക്കുക, ഈ ടെർഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പ് ഇങ്ങനെ വരുമ്പോൾ ട്വിസ്റ്റ് ബോട്ട് ഫോം ആയിരിക്കും വരുന്നത്. പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. Again, the stable structure. Sorry.
ആ കുട്ടികൾക്ക് ഒരു തെറ്റിദ്ധാരണ ആദ്യം തന്നെ ഉണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത്. ഒരിക്കലും നിങ്ങൾ സൈക്ലോഹെക്സേൻ ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. ഓക്കെ, ഇതല്ല സംഭവം ആക്ച്വലി എന്താ ഇടയില് ശരിക്കും പറഞ്ഞ പ്രൊട്ടക്ഷൻ പോലെ ഈതർ പോലത്തെ ഒരു ഇടയിൽ ഓക്സിജനാണ് എടുക്കുന്നത്, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത നോക്കി, ഇവിടെ എന്ന് പറയണത് ഈ ദിസ് ഈസ് അപ്വേർഡ് കാർബൺ, ദിസ് ഈസ് അപ്വേർഡ് കാർബൺ ആൻഡ് ദിസ് ഈസ് അപ്വേർഡ് കാർബൺ. പക്ഷെ ഇവിടെ ഈ കാർബൺ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലത്ത് ഓക്സിജൻ ആണ്. ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഫസ്റ്റ് ആ ഡിഫറൻസ് മനസ്സിലായോ? സ്ട്രക്ചറുകള്. ഓക്കെ, രണ്ടും രണ്ടാണ്. ഇനി ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾ നോക്കിയേ, ഇപ്പൊ സൈക്ലോഹെക്സേനില് ആണ് ഇതേ കോമ്പൗണ്ട് അവർ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാന്ന് വിചാരിക്കുക. സോ ഇങ്ങനെയാണ് അവർ നമുക്ക് തന്നതെന്ന് വിചാരിക്കുക സ്ട്രക്ചർ. ദാറ്റ് മീൻസ് ഓക്കെ, ഒരെണ്ണം OH ആണ് കേട്ടോ. ഞാൻ സ്ട്രക്ചർ എനിക്ക് തോന്നുന്നത് വരച്ച് തെറ്റുക. വൺ ഈസ് OH, ഇതിൽ ഒരെണ്ണം OH ആണ്. ഓക്കെ, അപ്പൊ ഇതില് സൈക്ലോഹെക്സൈൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 1,4 പൊസിഷൻ ആണ്. 1,4. ഈ 1,4 എന്ത് പൊസിഷനാ? സിസ് ആണ്. അപ്പൊ എന്താ, ഒരാൾ ആക്സിയലും ഒരാൾ ഇക്വറ്റോറിയലാണ്. അപ്പൊ എന്തായാലും എന്ത് സംഭവിക്കും? നോൺ പോളാർ ഗ്രൂപ്പ് ഇക്വറ്റോറിയലിൽ പോവും, പോളാർ ഗ്രൂപ്പ് ആക്സിയലിൽ പോവും. ദാറ്റ് മീൻസ് ഇതായിരിക്കും സ്ട്രക്ചർ. ഓക്കെ, മനസ്സിലായോ? സൈക്ലോഹെക്സൈൻ ആണെങ്കിൽ ഇതായിരിക്കും സ്ട്രക്ചർ, സൈക്ലോഹെക്സൈൻ. യെസ്. ഇനി ഇപ്പൊ ഇതിലെനിക്ക് തോന്നുന്നില്ല കുഴപ്പമുണ്ടെന്നുള്ളത്, കാരണം ഇങ്ങനത്തെ എക്സാമ്പിൾസുകൾ വരും. ഇതെനിക്ക് പ്രശ്നം തോന്നുന്നില്ല. കാര്യം ഇപ്പൊ ഇവിടെ മീതേൽ ഗ്രൂപ്പ് നമുക്ക് ഇക്വറ്റോറിയല്, കാരണം ഇക്വറ്റോറിയൽ ആകുമ്പോൾ ഓക്കെയാണ്. OH പിന്നെ എന്തായാലും ആക്സിയല്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പ്രശ്നമില്ല. ഇപ്പോ ഇതുപോലെ തന്നെ വന്ന് കിടക്കും. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ടെറിഷ്യറി ബ്യൂട്ടൽ ഗ്രൂപ്പ് ഒക്കെ വരുന്ന കേസുകളുണ്ട്, അങ്ങനത്തെ എക്സാമ്പിൾ നോക്കാം വരുന്നത്. ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം OH അവിടെ തന്നെ വന്ന കാരണം CS3 ഇക്വറ്റോറിയൽ കിടക്കും, OH അവിടെ ആക്സിയൽ കിടക്കും. സോ നോ പ്രോബ്ലം. പിന്നെ OHഉം ഓക്സിജനും തമ്മിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ടും വരും. ഒരു സ്റ്റെബിലൈസേഷൻ ഫാക്ടർ ആണ് അവിടെ, ഈ ലോൺ പെയറും ഈ ഹൈഡ്രജനും തമ്മിൽ. ഓക്കെ, അത് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട്. യെസ്, ഓക്കെ ആണോ? ഒരു കാര്യം അതെന്താണെന്നറിയോ, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇവിടത്തെ കേസില് CS3 ഗ്രൂപ്പ് ഇവിടെ വന്നു എന്ന് വെച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ? CS3 ഗ്രൂപ്പ് ഇവിടെ ആക്സിയൽ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ സൈക്ലോഹെക്സൈനിൽ വരുന്ന പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താ, ഇവിടുത്തെ ഹൈഡ്രജനും തമ്മിൽ എന്ത് വരും? സ്റ്റെറിക് ഇന്ററാക്ഷൻ വരും. അങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ എവിടെ ഇല്ല? മുകളിൽ ഇല്ല. അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവിടെ പ്രശ്നമില്ല എന്ന്, ഇവിടെ നോ ഇന്ററാക്ഷൻ. ഈ പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അങ്ങനത്തെ എക്സാമ്പിൾസുകൾ വരും, നമുക്ക് ആവശ്യം വരും. ഇതിൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? കാരണം എന്താ, ഇവിടെ ഈ അപ്വേർഡ് കാർബണിന്റെ അതേ സ്ഥാനത്ത് ഓക്സിജൻസ് ഇരിക്കണം, അത് കാരണം കുഴപ്പമില്ല കേട്ടോ. യെസ്, ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നമുക്ക് നോക്കാം എക്സാമ്പിൾസ് വരുമ്പോൾ. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. The number of optically active isomers for the following compounds. The number of optically active isomers for the following compounds. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ ആദ്യം സിസ്റ്റം ഏതാന്ന് നോക്കുക. CH3 CH OH CH OH CH OH CH3. Number of optically active isomers. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ സിസ്റ്റം സിമെട്രിക്കൽ സിസ്റ്റം ആണല്ലേ? സിസ്റ്റം സിമെട്രിക്കൽ സിസ്റ്റം ആണ്. സിമെട്രിക്കൽ സിസ്റ്റത്തിലെ രണ്ട് ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് ഈവൺ, ഒന്ന് ഓഡ് അല്ലേ? ഓക്കെ, അപ്പൊ അതില് ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സിന്റെ ഫോർമുല, ഈവന്റെ ഫോർമുല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2n-1 ആണ്. ഓഡിന്റെ ഫോർമുല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2n-1 മൈനസ് 2n-1/2. ഇതാണ് ഫോർമുല. നമുക്ക് ഓടാണ്. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാ? 1 2 3 മൂന്നെണ്ണം ഉണ്ട്. സോ n ഈസ് ഈക്വൽ ടു 3. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് അല്ലേ ചോദിച്ചിരിക്കുന്നവര്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ്. ഇപ്പൊ 2^3-1 മൈനസ് 2^3-1/2. So that is 2^2 minus 2^1, 4 minus 2, so that is equal to 2. So answer is 2. Answer is 2. Okay, ഇതിന്റെ ഫോർമുല ഒക്കെ എനിക്ക് തോന്നുന്നു ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു ഞാനിത് പറഞ്ഞിരിക്കണം അല്ലേ? ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ വീഡിയോസിൽ ഏറ്റവും അവസാനമാണ് നമ്മൾ ഒപ്റ്റിക്കൽ ആക്റ്റീവ് ഐസോമേഴ്സിന്റെ ഒക്കെ ഫോർമുല. അപ്പൊ ഫോർമുല ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോർമുല മറന്നു പോകും, ഉറപ്പായിട്ട് മറന്നു പോകും. അങ്ങനത്തെ ഫോർമുലാസുകളാണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുലാസ് എല്ലാം നിങ്ങൾ നിങ്ങളുടെ ടേബിളിൽ, നിങ്ങളിപ്പോ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ഫോർമുലാസ് അധികം ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുക, ഒരു ചാർട്ട് പോലെ എഴുതി വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് അത് നോക്കിയിട്ട് ചെയ്യാം. ജോമെട്രിക്കലും ഒപ്റ്റിക്കലും രണ്ടും കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി, ജോമെട്രിക്കലിന്റെ ഫോർമുലാസും ഒപ്റ്റിക്കലിന്റെ ഫോർമുലാസും. അത് ഞാനാണെങ്കിലും മറന്നു പോകും, നിങ്ങളാണെങ്കിലും മറന്നു പോകും, ആരാണെങ്കിലും മറന്നു പോകും. അങ്ങനത്തെ ഫോർമുലാസുകളാണെങ്കിൽ n-1, n-1/2, n/2-1 എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി? അപ്പൊ നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ, ഒരു ചാർട്ടിൽ അവിടെ എഴുതി വെച്ചോളൂ. ഓക്കെ, ഫോർമുല കിട്ടിയ ഓക്കെയാണ്. ഫോർമുല കിട്ടിയില്ലെങ്കിൽ ക്വസ്റ്റ്യൻ വിടുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കണം. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാന്നേ ചെയ്ത് നോക്കാനായിട്ട്, ഓരോന്ന് എഴുതി വരച്ച്. ഓക്കെ, അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്യാട്ടോ, ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല, വരച്ച് നോക്കാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ സമയം എത്ര പോകുന്നുള്ളത്. അപ്പൊ അത് വിടാനാണ് നല്ലത്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. പിന്നെ സമയം അനുസരിച്ചിട്ട് ചെയ്യുക. ഫോർമുല ആണെങ്കിൽ ഉത്തരം അപ്പൊ തന്നെ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫോളോയിങ് കോമ്പൗണ്ട്. അഗെയിൻ ഡെക്കാലൻ സിസ്റ്റം ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഡെക്കാലൻ സിസ്റ്റം കണ്ടിരുന്നു. ഇതും ഒരു ഡെക്കാലൻ സിസ്റ്റം ആണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെക്കാലൻ ആയിരുന്നു, ഇത് മീഥൈൽ ഡെക്കാലൻ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ അവർ പറയണത് എയും ബിയും രണ്ടെണ്ണം പറയുന്നുണ്ട്. സോ എന്താണ് പ്രത്യേകതകൾ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ ഇത് ഡെക്കാലിൻ ആണെങ്കിൽ എ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ബി തന്നെ പറയാം. ഡെക്കാലിൻ ആണെങ്കിൽ എ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ബി, അതൊക്കെയാണ്. പക്ഷെ ഇത് ഡെക്കാലിൻ അല്ല, സോറി, നോർമൽ ഡെക്കാലിൻ അല്ല. അപ്പോ മീഥൈലാണ്. അപ്പോ ഹൈഡ്രോജൻസിന് പകരം അവിടെ മീഥൈൽ ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാൻ പറ്റും?
അപ്പൊ ഇവിടെ ഈ നോർമലി നമുക്കറിയാലോ ട്രാൻസ്ഡെക്കാലിൻ സ്റ്റേബിൾ ആണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ കേസിൽ ചെറിയൊരു പ്രശ്നം ട്രാൻസ്ഡെക്കാലിൻ ഉണ്ട്. എന്താ പ്രശ്നം? ഈ മീഥൈൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ മീഥൈൽ ഗ്രൂപ്പുകൾ ഇവിടെ ഈ രീതിയിൽ എടുക്കുന്നത് കൊണ്ട് ഇവിടത്തെ ഹൈഡ്രജൻ, ഇവിടത്തെ ഹൈഡ്രജൻ, അതുപോലെ ഇവിടത്തെ ഹൈഡ്രജൻ, ഇവിടത്തെ ഹൈഡ്രജൻ, ഇവിടത്തെ ഹൈഡ്രജൻ, ഇവിടത്തെ ഹൈഡ്രജൻ, ഇവിടത്തെ ഹൈഡ്രജൻ, ഇവിടത്തെ ഹൈഡ്രജൻ, ഇതെല്ലാം എന്ത് സംഭവിക്കും? അവിടെ ഇന്ററാക്ഷൻസുകൾ വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ട്രാൻസില് അതേപോലെ സിസിലും ഇന്ററാക്ഷൻസുകൾ ഉണ്ട്. സിസിൽ എന്ന് പറയുമ്പോൾ നോർമലി ഇപ്പൊ ഇങ്ങനെ സിസ് കിടക്കുന്നത്, ഇവിടെ ഈ ഇതിങ്ങനെ, പിന്നെ ഇവിടെ മീഥൈലുണ്ട്, മീഥൈൽ. അപ്പൊ ഈ മീഥൈലിന്റെ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ വരും, ഇവിടെ വരും. ഈ മറ്റേ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓക്കെ, ദിസ് വൺ. അപ്പോ ഇവിടെ ഈ മീഥൈൽ ആക്സിയൽ പൊസിഷൻ, ആക്സിയൽ പൊസിഷൻ, ഇവിടെ മീഥൈൽ ആക്സിയൽ, ഇവിടെ ഇത് ആക്സിയൽ. അത് ആക്സിയൽ വരുന്ന സമയത്ത് ഇവിടെ വരും, ഇവിടെ വരും. അപ്പൊ അത് പ്രശ്നം വരും. പിന്നെ അതേപോലെ റിങ് ഇന്ററാക്ഷൻസുകൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ വരുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാൻസൽ ആയി പോകും. ഓൾമോസ്റ്റ് എന്ത് സംഭവിക്കും? എ ആൻഡ് ബി എന്തായിരിക്കും? ഈക്വലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നാലും ഓൾമോസ്റ്റ് രണ്ടുപേരും എന്തായിരിക്കും? ഈക്വലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ ആണോ? Okay, so next question. അടുത്ത ചോദ്യം. Oxidation of A with HNO3 H2O provides the product which is എന്താണ്? ഓക്സിഡേഷൻ ഓഫ് എ വിത്ത് HNO3. അപ്പൊ HNO3യുടെ പ്രത്യേകത എന്താ? അതൊരു നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇറ്റ് ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. HNO3 ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ എന്താ ചെയ്യുന്നത്? ആക്ച്വലി CH2OH ഉണ്ട്, CHOH ഉണ്ട്, CHOH ഉണ്ട്, CHO ഉണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ HNO3 H2O ആണ്, ഡൈലൂട്ട് ആണല്ലേ. ഓക്കെ, ഒന്നും കുഴപ്പമില്ല. അപ്പൊ CHOയും CH2OHനെ അവൻ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. എന്നിട്ട് ഇവൻ എന്താക്കി മാറ്റും? COOH, CHOH, CHOH, COOH. ദാറ്റ് മീൻസ് ടാറ്റാറിക് ആസിഡ് ആക്കും, ടാറ്റാറിക് ആസിഡ്. അപ്പോഴെന്ത് സംഭവിച്ചിരിക്കണേ? ഈ രണ്ട് കൈരാൽ കാർബൺ ആറ്റത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. റിയാക്ഷൻ നടന്നിരിക്കുന്നത് ഇവിടെയും ഇവിടെയാണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് കൈരാൽ കാർബൺ ആറ്റത്തിന്റെ സ്റ്റീരിയോ കെമിസ്ട്രിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഉണ്ടോ? സ്റ്റീരിയോ കെമിസ്ട്രി നോട്ട് ചേഞ്ച്ഡ്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? റിയാക്ഷൻ നടന്നിരിക്കുന്നത് അപ്പുറത്ത് ഇപ്പുറത്തല്ലേ? അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ RNS ഒന്ന് കണ്ടുപിടിച്ചേ. കണ്ടുപിടിച്ചൂടെ? ഈ കോമ്പൗണ്ടിന്റെ RNS 1, 2, 3. എന്താ വരിക? R കോൺഫിഗറേഷൻ. ഫോർത്ത് ടോപ്പിലാണ്, അപ്പൊ S കോൺഫിഗറേഷൻ. ഇപ്പുറത്തെ 1, 2, 3 S കോൺഫിഗറേഷൻ. 1 ഓക്സിജൻ, 2 കാർബൺ, 3 ദിസ് വൺ. ഫോർത്ത് പ്രയോറിറ്റി ബോട്ടം ഫേസിൽ അല്ലേ? കറക്റ്റ് ആണെന്ന് നോക്കിയേ.
പിങ്ക് ആറും അല്ല പിങ്ക് എസും രണ്ടാമത്തെ എസ് 2SS തന്നെയാണോ കിട്ടിയേ? അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. സോറി, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ഇതിലല്ല ചെയ്യണ്ടേ. നമ്മൾ ചെയ്യേണ്ടത്, കാരണം പ്രൊഡക്റ്റിന്റെ നേച്ചർ അല്ല അവർ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഇതിലാ ചെയ്യണ്ടേ. COOH COOH OH OH ഇതിലാ ചെയ്യണ്ടേ കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ. ഒന്ന് ആലോചിച്ച് നോക്കി, രണ്ട് OH ഓപ്പോസിറ്റ് കിടക്കണേ. ഇത് സ്റ്റാഗ്നേറ്റ് ഫോം ആണ്. നിങ്ങൾ RLS ചെയ്ത് നോക്കിക്കോ. അപ്പൊ അത് എക്ലിപ്സ്ഡ് ഫോം ആകുമ്പോൾ രണ്ട് OH സെയിം സൈഡിൽ വരില്ലേ. സോ ദിസ് ഈസ് മീസോ. അപ്പൊ എന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് മീസോ. സോറി കേട്ടോ, റിയാക്ടന്റിലല്ല ചെയ്യേണ്ട. അവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി മാറിയിട്ടില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? ആസിഡുകളായിട്ട് മാറി. അപ്പൊ ഓട്ടോമാറ്റിക്കലി RS എന്ന് പറയുന്നത് എന്തായാലും പ്രയോറിറ്റി അനുസരിച്ചിട്ടല്ല വരാം. ഓക്കെ, സോ ആൻസർ ഈസ് ബി കേട്ടോ. ആൻസർ ഈസ് ബി. പ്രൊഡക്റ്റിന്റെ നേച്ചറാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് മീസോ ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കി. മീസോ അല്ലത് നോക്കി കാണുമ്പോൾ അറിയാലോ. ഓക്കെ ആണോ? RS ചെയ്ത് നോക്കിക്കോ, മീസോ കിട്ടും. അടുത്ത ചോദ്യം. ഓക്കെ, among the following the optically active compound is. ഇതിൽ ഏതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്? എന്തൊരു സിമ്പിൾ ചോദ്യം നോക്കി. ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് വേഗം പറഞ്ഞ. ഇതിൽ ഏതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്? ബി ആക്റ്റീവ് ആവോ? ഓക്കെ, ബി എങ്ങനെ ആക്റ്റീവ് ആവണേ? അവിടെ സിമെട്രി ഇല്ലേ? നിങ്ങൾ ഇങ്ങനെ നോക്കിക്കോ, സിമെട്രി ഉണ്ട്. ബി വരില്ല. ഡി അല്ല വരാ. തെറ്റിയതായിരിക്കും ചിലപ്പോ മാർക്ക് ചെയ്തത്. ഡി അല്ല വരാ. ഡിക്ക് സിമെട്രി ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഡി ആണ് വരാ കേട്ടോ. ഡിക്ക് സിമെട്രി ഇല്ല. ബാക്കി എല്ലാത്തിനും സിമെട്രി ഉണ്ട്. ഇല്ലേ? ബാക്കി ഒക്കെ ഇതിനും സിമെട്രി ഉണ്ട്. നോക്കിക്കോ, ഇതേ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷെ ഡിക്ക് കിട്ടില്ല. സോ ആൻസർ ഈസ് ഡി. ക്ലിയർ? അടുത്ത ചോദ്യം. In the following equilibrium, conformer B is more stable than A when R is. In the following equilibrium, conformer B is more stable than A when R is. When R is. ഏറ്റവും ക്ലോസ് ആയിട്ട് ഉത്തരം എഴുതണം. RS അതായത് രണ്ട് പേര് ആക്സിൽ നിൽക്കുമ്പോൾ സ്റ്റേബിൾ ആകുന്നത് 1/4 കേട്ടോ. 1/4. നിങ്ങൾക്ക് എന്താ തോന്നണേ? മീതയിൽ വന്ന് എന്തായാലും വരില്ല. ഫ്ലൂറിൻ വന്ന് എന്തെങ്കിലും സംഭവിക്കും. ഞാൻ ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നില്ലേ, ഫ്ലൂറിന്റെ ഗോഷെ ഫോമിന്റെ, ഓർമ്മയുണ്ടോ? ഞാൻ ഇന്നലെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നില്ലേ, ഗോഷെ ഫോം.
അതായത് കാർബൺ ഹൈഡ്രജൻ ടു കാർബൺ ഫ്ലൂറിൻ സിഗ്മ സിഗ്മ സ്റ്റാർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഹൈപ്പർ കോഞ്ചുഗേഷൻ പോലെ ഇല്ലേ? എക്സാമ്പിൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലൂറിന്റെ, ഞാൻ നോട്ട് ചെയ്യാനും പറഞ്ഞിരുന്നു. ഫ്ലോറിനും ബ്രോമിനും അയോഡിനും അത് പറ്റത്തില്ല എന്നും പറഞ്ഞിരുന്നു. അതായത് രണ്ട് ഫ്ലൂറിൻ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആക്സിൽ ഓറിയന്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആന്റി പൊസിഷനിൽ കിടക്കുന്ന ഇലക്ട്രോൺ സിഗ്മ ഇലക്ട്രോൺസ് കാർബൺ ഫ്ലൂറിന്റെ സിഗ്മ സ്റ്റോറിലോട്ട്, അത് ഫ്ലൂറിൻ തന്നെ എടുത്താൽ മതി. ഫ്ലൂറിനൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലേ, ഫ്ലൂറിൻ എടുത്താൽ മതി, ഓക്സിജൻ എടുക്കണ്ട കേട്ടോ. അത് ഞാൻ പറഞ്ഞു മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എടുക്കണം, ഫ്ലൂറിൻ എടുത്താൽ മതി കേട്ടോ. സോ ആൻസർ ഈസ് ബി. MCQ ആണ്, ഫ്ലൂറിൻ എടുത്താൽ മതി. ഓക്കെ, ബി കേട്ടോ, ഫ്ലൂറിൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. The relationship between A and B. The relationship between A and B. The relationship between A and B. എനിക്ക് തോന്നണത് ഇവൻ ഒക്ടീനാന്ന് തോന്നുന്നു. 1 2 3 4 5 6 7 8 ഇത് സൈക്ലോ ഒക്ടീനാണ്. സൈക്ലോ ഒക്ടീനാണ്. ഇത് ട്രാൻസും അല്ലേ? എ എന്ന് പറയണത് ട്രാൻസ് ആണ്, ബിയും ട്രാൻസ് ആണ്, രണ്ടും ട്രാൻസ് ആണ്. രണ്ടും ട്രാൻസിലാണ് കിടക്കുന്നത്. അപ്പൊ സിസും ട്രാൻസും അല്ല. പക്ഷെ ഇവിടെ മീതയില് ഇക്വറ്റോറിയൽ പോലെയും അവിടെ മീതയില് ആക്സിൽ പോലെയാണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ഹാവ് നോ മിറർ റിലേഷൻഷിപ്പ്. അവർക്ക് മിറർ റിലേഷൻഷിപ്പ് ഇല്ല. ഓക്കെ, ദേ ഹാവ് നോ മിറർ റിലേഷൻഷിപ്പ്. കാരണം മീതേലിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ മതി കണ്ടോ. സോ ദേ ഹാവ് നോ മിറർ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ എന്തായിരിക്കും വരാ? ഡയാസ്റ്റീരിയോമസ്. ട്രാൻസ് ആണ് രണ്ടും, പക്ഷെ മീതേലിന്റെ പൊസിഷൻ വെച്ച് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. The most stable conformation of the following molecule is. The most stable conformation of the following molecule is. Molecule കണ്ടോ? The most stable conformation of the following molecule is. നമ്മളെ ഉള്ളത് പഠിക്കാനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അതന്നെ അവർ ചോദിച്ചു. Most stable conformation of the following molecule is. Again നമ്മൾ ശ്രദ്ധിക്കുക, സൈക്ലോഹെക്സൈൻ അല്ല ഇത്. അല്ലല്ലോ? നമ്മൾ സൈക്ലോഹെക്സൈൻ ആണെന്ന് വിചാരിച്ച് ചെയ്യരുത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ച് ചെയ്യരുതെന്ന്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദിസ്. ഇങ്ങനെ വിചാരിച്ച് ചെയ്യരുത്. ദാറ്റ് ഈസ് എ ഡബിൾ ബോണ്ട് സിസ്റ്റം. ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഡബിൾ ബോണ്ട് സിസ്റ്റം വരുന്ന സമയത്ത് ഓപ്ഷൻ എ ഒക്കെ എന്തിനാ തന്നേന്ന് ദൈവത്തിന് അറിയാം.
ഇപ്പൊ എന്തായാലും ആക്സിയൽ പൊസിഷൻ, ഇക്വറ്റോറിയൽ പൊസിഷൻ. അപ്പൊ ആക്സിയൽ പൊസിഷനിൽ വരുന്ന സമയത്ത് ഇപ്പൊ മീഥൈൽ ഗ്രൂപ്പ് ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇവിടെ വലിയൊരു ഇന്ററാക്ഷൻ വരും. അതല്ല മീഥൈൽ ഗ്രൂപ്പ് ആക്സിയൽ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ, ഇങ്ങനെയാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ പ്രശ്നക്കാര് ഇവിടുത്തെ 2 ഹൈഡ്രജൻസ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നു ഏത് ഇന്ററാക്ഷൻ ആയിരിക്കും കുറച്ചുകൂടി സിവിയർ ആവാൻ സാധ്യത? ഏതായിരിക്കും? ഹൈഡ്രജന്റെ ഇന്ററാക്ഷൻസ് വരും അവിടെ, ആ ഗ്രൂപ്പിന്റെ ഇന്ററാക്ഷൻസ്. എന്തായാലും ഇതായിരിക്കും സ്ട്രോങ് ഇന്ററാക്ഷൻ. ദാറ്റ് മീൻസ് ഇതായിരിക്കും അൺസ്റ്റേബിൾ. ഇത് കമ്പയർ ടു ദാറ്റ് വൺ ഇത് വീക്ക് ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് സ്റ്റേബിൾ. ആൻസർ ഏതായിരിക്കും വരാ? ആൻസർ വിൽ ബി ഏതായിരിക്കും ഓപ്ഷൻസിൽ? നിങ്ങൾ നോക്കിയ ഓപ്ഷൻസിൽ ഏതായിരിക്കും വരാ? മീഥൈൽ ഗ്രൂപ്പ് എവിടെ വന്ന് കിടക്കും? ആക്സിയിൽ വന്ന് കിടക്കും. അപ്പൊ നോക്കിയേ, ബി അല്ലേ? അല്ലേ, ബി അല്ലേ? ഓക്കെ, ഓക്കെ, ബി. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correct statement about for the orientation of the bromine atom in the most stable conformation of A and B. എയുടെയും ബിയുടെയും സ്റ്റേബിൾ ഫോമിൽ ബ്രോമിന്റെ ഓറിയന്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എയുടെയും ബിയുടെയും സ്റ്റേബിൾ ഫോമിൽ ബ്രോമിന്റെ ഓറിയന്റേഷൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പുകളുടെ ഓറിയന്റേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലേ? മീഥൈൽ ഗ്രൂപ്പ് അല്ല കൂടുതൽ പ്രശ്നക്കാരൻ. ഇവിടെ മീഥൈല് ഞാൻ ഇവിടെ ഇക്വറ്റോറിയൽ ഇട്ടു. ദെൻ 1,3 ആണ്. 1,3 ഇവിടെയും മീഥൈൽ ഞാൻ ഇക്വറ്റോറിയൽ ഇട്ടു അല്ലേ? സ്റ്റേബിൾ ഫോം അല്ലേ? അപ്പൊ എനിക്ക് ബ്രോമിന് ഇവിടെ എവിടെ ഇടാം? ആക്സിയല്. ഫസ്റ്റത്തെ ഓക്കെ അല്ലേ? എ നോക്കിയേ. ബി നോക്കട്ടെ. ബിയില് ബ്രോമിനെ ഞാൻ ഇക്വറ്റോറിയൽ ഇട്ടു, ട്രാൻസ് ആണ്. മീഥൈലിനെ ഞാൻ ഇക്വറ്റോറിയൽ ഇട്ടു 1,2. ദെൻ 1,3 റിലേഷൻഷിപ്പ്. 1,3 റിലേഷൻഷിപ്പ്. 1,3 റിലേഷൻഷിപ്പിൽ അപ്പോ നമുക്ക് ഇവനെ വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഇവനെ വെച്ച് നോക്കാം. ഇവനെ വെച്ച് നോക്കുമ്പോൾ 1,4 ആണ്, ഇവനെ വെച്ച് നോക്കുമ്പോൾ 1,3 ആണ്. അപ്പൊ 1,4 നോക്കിക്കോ. 1,4 എന്ന് പറയുമ്പോൾ ട്രാൻസ് ആയതുകൊണ്ട് ബ്രോമിന് എവിടെ വരും? ഇക്വറ്റോറിയൽ. സോ 1, 1, 2, 3, 4 ഇക്വറ്റോറിയൽ. ഓക്കെ അല്ലേ? ഇക്വറ്റോറിയൽ. അപ്പോ ബിയിലെ ബ്രോമിൻ ഇക്വറ്റോറിയലും എയില് ബ്രോമിൻ ആക്സിയലും. സോ ആൻസർ ഈസ് ബി. ഒന്നുമില്ല, ജസ്റ്റ് സ്ട്രക്ചർ നോക്കുക, വരച്ചു നോക്കുക. നോക്കിയേ, 2 മീഥൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ആദ്യം നോക്കിക്കോ. എന്നിട്ട് നിങ്ങൾ ബ്രോമിന്റെ പൊസിഷൻ നോക്കിയാൽ മതി. കാരണം കൂടുതൽ സ്റ്റെറിക് ഇന്ററാക്ഷൻസ് ഉണ്ടാക്കുന്നത് നോൺ പോളാർ ഗ്രൂപ്പ്സുകളാണ്, ബൾക്കി ഗ്രൂപ്പുകളാണ്. അതാണ് ഞാൻ ആദ്യം മീഥൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഇട്ടത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിലേഷൻഷിപ്പ്.
relationship between the following structures. Structures കാണുന്നുണ്ടോ? Relationship between the following structures. Okay, so this will be ഉണ്ട് മുകളിലത്തെ കാർബൺ. വ്യത്യാസമുണ്ട്. ഒന്ന് ചെയ്ത് നോക്കി, RS ചെയ്ത് നോക്കി. ഫസ്റ്റ് സ്ട്രക്ചർ ഇങ്ങനെയല്ല കിടക്കണേ. ആദ്യം ഇവന്റെ ചെയ്യാം. ഫസ്റ്റ് ഇയാളെ ചെയ്തേ. ആറാണ് എസ് ആണോ നോക്കാം. അപ്പോ കാർബൺ. Now this carbon is connected to hydrogen, carbon, hydrogen, carbon. So next carbon here, ഇവനും ഉണ്ടല്ലേ ഈ കാർബണിലേക്ക്. നെക്സ്റ്റ് കാർബൺ. പ്രയോറിറ്റി നമുക്ക് ഇവനെടുക്കാൻ പറ്റില്ല. രണ്ടുപേരുടെയും കോമൺ കാർബൺ ഒരെണ്ണുണ്ട്. സെയിം ആയിട്ട് വരില്ലോ? ഇല്ല, സെയിം ആണല്ലേ. കണക്ടിവിറ്റി തൈരാൽ. ഒരേപോലെയാണ്. സ്ട്രക്ചർ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്തായാലും. മിറർ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ കൈറാൽ സിസ്റ്റം നമുക്ക് കിട്ടുന്നില്ല. സോ ഇറ്റ് ഷുഡ് ബി ഐഡന്റിക്കൽ. മിറർ ഇമേജസ് ആണ്, പക്ഷെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ അല്ല, സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഓക്കെ, ഐഡന്റിക്കൽ ആണ്. നമുക്കത് പെട്ടെന്ന് തോന്നില്ലേ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെന്ന്? അങ്ങനെ അത് പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, നോൺ സൂപ്പർ ഇമ്പോസിബിൾ അല്ല, സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, RS കോൺഫിഗറേഷനിലേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, കിട്ടില്ല. സൂപ്പർ ഇമ്പോസിബിൾ ആണ് കേട്ടോ, സൂപ്പർ ഇമ്പോസിബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The structure that corresponds to most stable conformation of the following compound. സ്ട്രക്ചർ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് നോക്കാം. മോസ്റ്റ് സ്റ്റേബിൾ കൺഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്.
ക്ലോറിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ നോക്കുക. 1,2 ട്രാൻസ് 1,2 ട്രാൻസ്. ഇപ്പൊ എന്തായാലും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും കട്ട് ചെയ്യാം അല്ലേ? ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും കട്ട് ചെയ്യാം. ശരിയല്ലേ? കാരണം 1,2 പൊസിഷൻ അല്ല. 1,2 പൊസിഷൻ എന്തായാലും എന്താ വരിക? ഒന്നെങ്കിൽ ആക്സിയൽ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ. അത് ഓക്കെ അല്ലേ? ദെൻ കോമ്പറ്റീഷൻ ഇസ് ബിറ്റ്വീൻ എ ആൻഡ് ഡി. അതിൽ എയിലെ ഡൈപോളാർ ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും അല്ലേ? എയിലെ ഡൈപോൾ ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ ഡിയിലെ അങ്ങനത്തെ ഇന്ററാക്ഷൻസ് വീക്കാണ്. ശരിയല്ലേ? ഡൈപോൾ ഇന്ററാക്ഷൻ സ്ട്രോങ് ആയിരിക്കും എയുടെ കേസിൽ, പക്ഷെ ബിയിൽ അത് വീക്കാണ്. അപ്പൊ നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ? നമ്മൾ മറ്റേ ഫോമിൽ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ദേ ഈ ഇന്ററാക്ഷൻ ബ്രോമിൻ അല്ലെങ്കിൽ ക്ലോറിൻ വരുമ്പോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. അതേപോലെ ലേ കിടക്കുന്നേ ഡൈപോൾ ഡി കിടക്കണത് എങ്ങനെയാ? ഡി ഇങ്ങനെ കിടക്കുന്നത്. ക്ലോറിനോ ബ്രോമിനോ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ കേട്ടോ. കണ്ടോ? ഒരെണ്ണം മുകളിലോട്ടും ഒരെണ്ണം താഴത്തോട്ടും. സോ ആൻസർ ഈസ് ഡി. ഓക്കെ ആണോ? Okay, so next question. So ഇനി നിങ്ങൾ പറയാ ഉത്തരം. നമ്മളൊരു എല്ലാ ക്വസ്റ്റ്യനിലോട്ടും ടോപ്പിസിറ്റിയുടെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ അത് വിട്ടിട്ടുണ്ട്, ചെയ്യാം. 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്. സോറി പറഞ്ഞില്ല, മഴ പെയ്തിട്ട് നെറ്റ്. യെസ്. among the following amino acids the R enantiomerase. വേഗം ചെയ്തേ. R enantiomerase. ഇതിലേതാണ് R enantiomer? ചെയ്തോക്കേണ്ടി വരും. ചെയ്യണില്ലേ? ഞാൻ ചെക്ക് ചെയ്യാം, നിങ്ങൾ ഉത്തരം പറഞ്ഞു. ബി ആണ് കിട്ടിയെന്ന് പറയണേ. ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഫസ്റ്റ് പ്രയോറിറ്റി നൈട്രജൻ, സെക്കൻഡ് പ്രയോറിറ്റി COH, തേർഡ് പ്രയോറിറ്റി കാർബൺ, ഫോർത്ത് 1, 2, 3 ആന്റി ക്ലോക്ക് വൈസ് എസ്, ഫോർത്ത് ഹൊറിസോണ്ടൽ ആണ് 6. ഓക്കെ അല്ലേ? 6 നിങ്ങൾ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. സോ വെരി ഗുഡ്. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The configuration at the 3 chiral centers in the compound given below. The configuration at the 3 chiral centers in the compound given below. നമ്മൾ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ മോഡല് അല്ലേ?
അപ്പൊ ഓരോന്നോരോന്നെടുത്ത് ചെയ്യാം. നമ്പർ ചെയ്യണം. ഫസ്റ്റ് നമ്പർ ചെയ്യട്ടെ. നമ്മൾ ഇവിടെ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ആദ്യം OH എടുത്ത് ചെയ്യാണ്. അപ്പോൾ OH എടുത്ത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സ്റ്റീരിയോ കെമിസ്ട്രി ഒന്നും എഴുതുന്നില്ല, OH മാത്രം എഴുതുന്നു. നമ്മളെങ്ങനെ നമ്പർ ചെയ്യണം? നമ്പറിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, കാരണം OH ഉള്ള കാരണം. ഇപ്പൊ 3, 4, 5, 6, 7, 8, 9, 10. നമ്പറിങ് ഓക്കെ അല്ലേ? പോട്ടെ, അടുത്ത്. എങ്ങനെ നിങ്ങൾ ഫിക്സ് ചെയ്തേ? അപ്പൊ നമുക്ക് 6 ചെയ്ത് ഒരാളെ കട്ട് ചെയ്യാം. ഭാഗ്യത്തിന് അത് S ആണെങ്കിൽ രക്ഷപ്പെട്ടു അല്ലേ? മിക്കവാറും ആവാൻ സാധ്യതയില്ല. ഓക്കെ, എന്തായാലും ചെയ്യേ, 6 ചെയ്യേ. 6 6 അല്ലേ? 6 സാധ്യതയുള്ളൂ, കാരണം 3 6 കൊടുത്തത് കൊണ്ടേ അവർ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ മൂവ് തരാൻ സാധ്യതയില്ല. A കിട്ടിയോ? A ആണ് ആൻസർ. 1S 2S 6R. എല്ലാവർക്കും കിട്ടിയോ? ഞാൻ ചെയ്യണോ? കിട്ടിയോ? മീഥൈൽ ഗ്രൂപ്പ് ടോപ്പ് ഫേസിലല്ലേ? അപ്പൊ നമുക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് 1ന്റെ നോക്കാം. സോ ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3. 1 2 3 ഓറിയന്റേഷൻ R ആണ്. ഫോർത്ത് ബോട്ടം ഫേസ്, ഫോർത്ത് ടോപ്പ് ഫേസിലാണ്. അപ്പൊ ബോട്ടത്തിലോട്ട് വരുമ്പോൾ S ആയിരിക്കും. ഓക്കെ, സോ 1S 2S 6R അതാണ് കറക്റ്റ്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. Among the following Newman projection of meso 2,3-butane diol. Among the following the Newman projection of meso 2,3-butane diol. Stable form ആയിരിക്കും കേട്ടോ. മീസോ 2,3-butane ഡയോളിന്റെ പ്രൊജക്ഷൻ. മീസോ 2,3-butane ഡയോൾ എന്ന് പറഞ്ഞാൽ എന്താ? CH3 HOH HOH CH3. ഇതാണ് കക്ഷി മീസോ 2,3-butane ഡയോൾ. അപ്പൊ ഇവന്റെ സ്ട്രക്ചേഴ്സ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഓക്കെ, നിങ്ങൾക്ക് അതിൽ കാണുമ്പോൾ നോക്കാം. മീസോ ആയതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന്. മീസോ എങ്ങനെയാണ് വരണേ? മീതയില് OH OH H H. അപ്പൊ ഇതിനെ നമുക്ക് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ 60 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഗോഷെ കിട്ടും. അപ്പൊ 60 റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? മീതയില് ഹൈഡ്രജൻ OH നമുക്ക് അവിടെ നിർത്താം, അത് ഫിക്സ് ചെയ്ത് നിർത്തി. രണ്ടാമത്തെ തന്നെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു, മീതയില് OH OH. അപ്പൊ എന്തായാലും ഇവിടെ രണ്ട് മീതൈൽ ഗ്രൂപ്പിന്റെ സ്റ്റെറിക് ഇന്ററാക്ഷൻ വരും. അപ്പൊ ആന്റി ആണ് സ്റ്റേബിള്, കാരണം രണ്ട് മീതയില് ഓപ്പോസിറ്റ് അല്ലേ. നോക്കട്ടെ, മീതയില് ഹൈഡ്രജൻ OH, ഈ മീതയിൽ ഓപ്പോസിറ്റ് പോവും, OH ഓപ്പോസിറ്റ് പോവും ഹൈഡ്രജൻ. അപ്പൊ നമുക്ക് കിട്ടില്ല. അപ്പൊ ഘോഷ തന്നെയാണ് സ്റ്റേബിള്, സോ ദിസ് ഈസ് സ്റ്റേബിൾ. ഘോഷ ഈസ് സ്റ്റേബിൾ. അതായത് നമ്മുടെ സ്ട്രക്ചറിൽ രണ്ട് മീതയിൽ അടുത്തടുത്ത് വരണം, രണ്ട് OH അടുത്തടുത്ത് വരണം. അത് ഏതാ സ്ട്രക്ചർ? ഡി അല്ലേ? ഓപ്ഷൻ ഡി. മീസോ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അവര്. മീസോ ഓക്കെ അല്ലേ? ഞാൻ മീസോടെ ഫിഷർ വരച്ചു. മീസോടെ ഫിഷർ വരച്ചതിന് ശേഷം അതിൽ നിന്ന് 60 ഡിഗ്രി 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സ്റ്റേബിൾ ഫോംസ് കിട്ടി. അതിലേതാണ് മോർ സ്റ്റേബിൾ നോക്കുക. ഓക്കെ ആണോ? സോ ദിസ് ഈസ് ഗോഷെ, ദിസ് ഈസ് ഗോഷെ, ദിസ് ഈസ് ആന്റി.
അടുത്ത ചോദ്യം. The absolute configuration of the two chiral centers in the following molecule. ഇവിടെ രണ്ട് chiral centers അവർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ RS. അപ്പൊ നമുക്ക് നമ്പർ ചെയ്യണം. നമ്പറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ സ്ട്രക്ചർ COOH, CHBr, CHCN ആൻഡ് OH. ഇതാണ് ആള്. ആസിഡിന് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പൊ 1, 2, 3 അല്ലേ? അപ്പൊ 2 ബ്രോമിൻ, 3 സൈനൈഡ്, OH ഉണ്ട്. അപ്പോ നമ്മൾക്ക് RNS ചെയ്യാം. നിങ്ങൾ തന്നെ ചെയ്ത RNS. COOH നമ്പർ കിട്ടിയല്ലോ. HBr, HCN ആൻഡ് OH. നോക്കട്ടെ. RS ഫസ്റ്റ് ഇവിടെ ബ്രോമിൻ, ഹൈഡ്രജൻ, കാർബൺ ആൻഡ് കാർബൺ. So this will be 1, this will be 2, this will be 3, this will be 4. So 1, 2, 3 orientation S, fourth R. So this is R, 2R. താഴത്തെ ആള് നോക്കണം. സോ താഴത്തെ ആള് ഫസ്റ്റ് directly connected to oxygen, then 2 will be here, 3 will be here, 4 will be here. So 1, 2, 3 orientation R, fourth S. So this will be S. Answer is option A. തെറ്റി. ബ്രോമിൻ ചതിച്ചിട്ടുണ്ടാവും മിക്കവാറും, ഇല്ലേ? നിങ്ങൾ നോക്കിയ പ്രയോറിറ്റി നോക്കിയ ശരിക്ക്. അതായത് CNന്റെയും നിങ്ങൾ നോക്കുക, ഈ കാർബൺ മിക്കവാറും അവിടെ തെറ്റി വന്നിട്ടുണ്ടാവുക. ഈ കാർബണും ഈ കാർബണും. അപ്പൊ ഈ കാർബൺ ആരായിട്ട് കണക്ട് ചെയ്തിരിക്കണേ? ഹൈഡ്രജൻ, ബ്രോമിൻ, കാർബൺ. ഇവനോ നൈട്രജൻ, നൈട്രജൻ, നൈട്രജൻ. ആറ്റോമിക് നമ്പർ കൂടുതൽ ആർക്കാ? ബ്രോമിൻ അല്ലേ? അങ്ങനെയല്ല റൂള്. ആറ്റോമിക് നമ്പർ അതെ. ഓക്കെ, തെറ്റി. അത് അവിടെ തെറ്റിയിട്ടുണ്ടാവും. എനിക്ക് തോന്നിയത് അവിടെ തെറ്റിയിട്ടുണ്ടാവും എന്നുള്ളത്. തെറ്റ് മനസ്സിലായോ? ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. Absolute configuration. Absolute configuration. നമ്പർ ചെയ്യണം. നമ്പർ ഇവിടെ നിന്ന് വരും. 1 അല്ലേ? 2, 3, 4, 5, 6, 7, 8, 9, 10. 1 മാറും. 1 and 6. നമ്പറിങ് ഓക്കെ അല്ലേ? നമ്പറിങ് നമ്പറിങ് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഡബിൾ ബോണ്ടോ, മീതയില്, ഹൈഡ്രജൻ. സോ ഈ കാർബൺ നോക്കണം. 1 എന്തായാലും ഇതായിരിക്കും, 2 ഇതായിരിക്കും, 3 ഇതായിരിക്കും. 1, 2, 3 ഓറിയന്റേഷൻ എസ്, ഫോർത്ത് ടോപ്പിലല്ലേ? അപ്പോ 6 ആയിരിക്കും. താഴത്തെയോ? 1, 2, 3, 1, 2, 3 അഗെയിൻ എസ്, ഫോർത്ത് പോട്ടത്തിലാണ്. അപ്പൊ 1, 6,
6s ബി. കിട്ടിയോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്ലാസ്സും കൂടിയും ഡിസ്കഷൻ വെക്കട്ടെ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ്. ക്ലാസ് കൂടി വെച്ചിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. Among the following the optically inactive compound is. ഇതിൽ ഏതാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ട്? ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസിൽ നൈട്രജൻ ഈസ് കണക്റ്റഡ് ടു 3 ഡിഫറെന്റ് ഗ്രൂപ്പ്, രണ്ടാമത്തെ കേസിൽ ഫോസ്ഫറസ് ഈസ് കണക്റ്റഡ് ടു 3 ഡിഫറെന്റ് ഗ്രൂപ്പ്, സി അല്ലീൻ സിസ്റ്റം ആണ്, ടെർമിനൽ ഗ്രൂപ്പ്സ് എല്ലാം ഡിഫറെന്റ് ആണ്, ഡി കൈറൽ കാർബണാറ്റ് ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ആരെടുക്കാൻ പറ്റും? 2 ടൈപ്പ് കോമ്പൗണ്ട്സുകളാണ് കൈറാൽ സെന്റേഴ്സിൽ വരുന്നത്. ഒന്ന് എക്സ് എ ബി സി ടൈപ്പും ഒന്ന് എക്സ് എ ബി സി ഡി ടൈപ്പും കൈറാൽ സെന്റേഴ്സിൽ. അപ്പൊ കൈറാൽ സെന്റേഴ്സിൽ വരുന്ന എക്സാമ്പിൾസ് എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട് ഇവിടെ. പിന്നെ കൈറാൽ ആക്സിസിന്റെ എക്സാമ്പിൾ ആണ് സി എ. കൈറാൽ ആക്സിസ് അത് ഓക്കെയാണ്, കൈറാൽ ആക്സിസ് ഓക്കെയാണ്. അപ്പൊ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ്, നമുക്ക് ഒരു സംശയവും ഇല്ല. പിന്നെ എയും ബിയും തമ്മിലാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പൊ അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ എക്സ് എ ബി സി ടൈപ്പ് എപ്പോഴാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവുന്നത്? നോർമലി ഇത് 4 ഡിഫറെന്റ് ഗ്രൂപ്പിലോട്ട് കണക്ഷൻ പോലെ വന്നിട്ടുണ്ട്. ഒന്ന് ലോൺ പെയർ ആണെന്നേ ഉള്ളൂ. പക്ഷെ ലോൺ പെയർ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു പ്രോസസ്സ് പഠിക്കുന്നുണ്ട് അല്ലേ? എക്സ് എ ബി സി ടൈപ്പ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവുന്നത് ഒരു ഫിനോമിനൻ കാരണമാണ്. ആ ഫിനോമിനന്റെ പേരാണ് പിരമിഡൽ ഇൻവേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിരമിഡൽ ഇൻവേഷൻ. അങ്ങനെ ഒരു സംഭവം അവിടെ എക്സ് എ ബി സി ടൈപ്പിനുണ്ട്. അതായത് ഈ ലോൺ പെയർ അവിടെ ഉള്ള കാരണം ഓസിലേഷൻ നടന്നിട്ട് ഇങ്ങനെ അത് മാറും. അപ്പൊ എന്ത് സംഭവിക്കും? യു വിൽ ഗെറ്റ് എ റെസുമിക് മിക്സ്ചർ അല്ലേ? അപ്പൊ റെസുമിക് മിക്സ്ചർ കിട്ടുമ്പോൾ ടോട്ടൽ ഇത് 50യും ഇത് 50യും ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ പിരമിഡൽ ഇൻവേഷൻ ഇതിൽ കൂടുതൽ ആർക്കായിരിക്കും? എക്കായിരിക്കും ബിക്കായിരിക്കും? എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? Pyramidal inversion എന്ന് പറഞ്ഞ റാപ്പിഡ് ഓസിലേഷൻ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ സൈഡ് ഓഫ് ദ XYZ പ്ലെയിൻ ടു അതർ സൈഡ് ഓഫ് ദ XYZ പ്ലെയിൻ എന്നൊക്കെയാണ് അതിന്റെ ഡെഫിനേഷൻ. അതെന്തെങ്കിലും ആവട്ടെ, സൈസ് കുറയുമ്പോൾ പിരമിഡൽ ഇൻവേഷൻ എന്തായിരിക്കും? വളരെ ഫാസ്റ്റർ ആയിരിക്കും സൈസ് കുറയുമ്പോൾ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിൽ സൈസ് കൂടുതൽ ആർക്കാ? സൈസ് കൂടുതൽ ആർക്കാ? എക്കാണോ ബിക്കാണോ സൈസ് കൂടുതൽ? സൈസ് കൂടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സൈസ് കുറവുള്ള ആളല്ലേ വളരെ ഫാസ്റ്റ് ആയിട്ട് പോവാ, മൂവ് ചെയ്യുക. സൈസ് കൂടുതലുള്ള ആൾക്ക് അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. നേച്ചറിന്റെ പ്രിൻസിപ്പിൾ ആണ് അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? കാരണം ഇതിൽ 4ഉം നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവാൻ സാധ്യതയുള്ള കോമ്പൗണ്ട് എ ആണ്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. Among the following, the most stable isomer of 3-methoxycyclohexanol is. സൈക്ലോഹെക്സൈൻ ആണ് കേട്ടോ. 3-methoxycyclohexanol എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3-methoxycyclohexanol എന്ന് വെച്ച് കഴിഞ്ഞാല് 1,3 പൊസിഷനിലാണ് ഗ്രൂപ്പുകൾ കിടക്കുന്നത്. ഈ 1,3 പൊസിഷനിൽ കിടക്കുമ്പോൾ സിസ് ഉണ്ട്, ട്രാൻസും ഉണ്ട്.
അതില് സിസ് എങ്ങനെയൊക്കെ നിൽക്കാം? ആക്സിലായിട്ട് നിൽക്കാം, ഇക്വറ്റോറിയലായിട്ട് നിൽക്കാം. ട്രാൻസിന് ആക്സിൽ ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ആക്സിലാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇവനെ സെലക്ട് ചെയ്യണം, വേണ്ടേ? ഇവനെങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ CH3OH, ഇക്വറ്റോറിയൽ ആക്സിയൽ. ക്ലിയർ ആണോ? ആ മെത്തോക്സി ഗ്രൂപ്പ് വന്നതാണ്. മെത്തോക്സി ഗ്രൂപ്പ് വരുമ്പോൾ ആ മെത്തോക്സി ഗ്രൂപ്പിൽ ഓക്സിജന്റെ ലോൺ പെയറും അതേപോലെ തന്നെ ഹൈഡ്രജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. സോ ആൻസർ ഈസ് ഡി ആണ് കേട്ടോ, ഡി ആണ്. ഡി, ഇറ്റ്സ് നോട്ട് എ. ക്ലിയർ ആണോ? ഞാൻ പെട്ടെന്ന് മീതയിലാണെന്ന് അസ്യൂം പെട്ടെന്ന് ഞാൻ മെത്തോക്സി വായിച്ചപ്പോൾ പക്ഷെ മനസ്സിൽ മീതയില പോയത്. മീതയിലാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? മീതയിലാന്ന് വിചാരിക്കുക, 3 മീതയിൽ സൈക്ലോ ഹെക്സനോൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ആൻസർ ഏതായിരിക്കും? 3 മീതയിൽ സൈക്ലോ ഹെക്സനോൾ ആണെന്ന് വിചാരിക്കുക. മെത്തോക്സിക്ക് പകരം മീതയിൽ, അപ്പൊ എയിലേക്ക് പോകും. വ്യത്യാസം മനസ്സിലായോ? ഇതേ ക്വസ്റ്റ്യൻ തന്നെ മീതയിൽ ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ എ ആയിരിക്കും ഉത്തരം. കാരണം അവിടെ ഹൈഡ്രജൻ ബോണ്ട് വരുന്നില്ല, മെത്തോക്സി വന്നത് കൊണ്ടാണ് അവിടെ ഹൈഡ്രജൻ ബോണ്ട് വന്നത് കേട്ടോ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ശ്രദ്ധിക്കണം, സ്പീഡ് കൂടുമ്പോൾ സംഭവിക്കുന്നതാണ്, വേറൊന്നുമില്ല. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ബൈനാഫ്തോൾ BNP എന്നൊക്കെ പറയും. ബൈനാഫ്തോൾ എന്താണ്? ബൈനാഫ്തോൾ നമ്മൾ അസിമെട്രിക് സിന്തസിസ് ഒക്കെ നമുക്ക് MSc പഠിക്കാനുണ്ട്. അവിടെ ഈ എക്സാമ്പിൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ബൈനാഫ്തോള്, ബൈനാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബൈനാഫ്തോൾ ഇറ്റ്സ് എൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്. നമ്മുടെ ബൈഫിനൈൽ സിസ്റ്റം പോലെയാണ്. കൈറാൽ ആക്സിസ് ആണ് ക്രൈറ്റീരിയ. അപ്പൊ നമ്മൾ എങ്ങനെ RS കണ്ടുപിടിക്കും? എങ്ങനെയാ നമ്മൾ ചെയ്യാറ്? ആരോ വരയ്ക്കും അല്ലേ? ആരോ വരയ്ക്കും. എന്നിട്ട് നമ്മൾ 1 2 ആദ്യം ആരോ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇടും. 1 2 3 4. 1 2ന്റെ ഓറിയന്റേഷൻ നോക്കും. 6. 4 കിടക്കുന്നത് ബോട്ടം ഫേസിലാണ്, കാരണം 3 കിടക്കുന്നത് ടോപ്പിലാണ് അല്ലെ? ഡാർക്കൻ ചെയ്ത സ്ഥലത്തല്ലേ 3 കിടക്കണേ? അപ്പൊ ആൻസർ ഏതാ? ഏത് കോൺഫിഗറേഷനാ? R കോൺഫിഗറേഷൻ. ഓക്കെ അല്ലേ? നമ്മൾ ഇന്നലെ ചെയ്തില്ലേ അത് അല്ലെ? ഇന്നലെ ഇതേപോലെ കൈറാൽ ആക്സിസിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. സെയിം ഒരു ആരോ വരയ്ക്കുക, 1 2 ആദ്യം ഇടുക, 3 4 ഇടുക. 4 എവിടെ കിടക്കണേന്ന് നോക്കുക, R ആണോ S ആണോ എന്നുള്ളത് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ ശരിക്കും ഈ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് വരുമ്പോഴേ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു സെറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സെറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു സെറ്റ് ഒക്കെ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഇത് വീണ്ടും റൗണ്ട് ചെയ്ത് വരും ക്വസ്റ്റ്യൻസുകൾ. നിങ്ങൾ അങ്ങനെയാണ് ഇത് ഓർഗാനിക് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ.
കൺസെപ്റ്റ് സെയിം ആയിരിക്കും, ക്വസ്റ്റ്യൻസിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. മനസ്സിലായി? കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ മാക്സിമം നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടിട്ട് വരാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, സോ ഒരു ക്ലാസ്സും കൂടി നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് കൺഫോർമേഷനിൽ നമ്മൾ വെക്കുന്നുണ്ട്. അതിൽ ടോപ്പിസിറ്റിയുടെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ബാക്കി റിവിഷൻ പോലെ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ